ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ് എക്സ്പ്ലോറർ. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സയൻസ് ഫാക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. എന്താണെന്നല്ലേ നമുക്ക് നോക്കാം. അതിനു മുന്നേ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. എങ്ങനെയെന്നല്ലേ, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തിടൂ. സോ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോസ് എല്ലാം കണ്ടിട്ട് ലൈക്കും കമൻറ്റും കൂടെ ചെയ്യാൻ മറക്കല്ലേ. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് ഞാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ആ വീഡിയോസും കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു ഏതായിരുന്നു സയൻസ് ഫാക്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അതെന്താണെന്നുള്ളത് നോക്കാം. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ നമുക്ക് പലതരം ന്യൂട്രിയൻസ് അത്യാവശ്യമാണെന്ന് അല്ലേ. നമ്മുടെ ബോഡിയുടെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും എല്ലാം ന്യൂട്രിയൻസ് ഒരു എസെൻഷ്യൽ ആണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ ന്യൂട്രിയൻസൊക്കെ ഏതൊക്കെ ഫുഡിൽ നിന്ന് കിട്ടും എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഈ ന്യൂട്രിയൻസിൽ ഒരു ന്യൂട്രിയൻറ്റിനെ കുറിച്ചിട്ട് നമുക്ക് ഇന്നൊന്ന് നോക്കാം. ഏതാണെന്നല്ലേ, വൈറ്റമിൻസ്. അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോയിൽ പറയുന്നത് വൈറ്റമിൻസിനെ കുറിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈറ്റമിൻ ദാറ്റ് ഹെൽപ്സ് ഇൻ ദ അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിൽ കാൽഷ്യം അബ്സോർബ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. അപ്പോൾ ഈ വൈറ്റമിൻ ഡി ആണ് നമ്മുടെ ശരീരത്തിലുള്ള കാൽഷ്യം എല്ലാം അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ദെൻ വൈറ്റമിൻ പ്രസൻറ്റ് ഇൻ സ്റ്റീറോയിഡ്സ്. സ്റ്റീറോയിഡിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? അതും വൈറ്റമിൻ ഡി തന്നെ ആണ്. അപ്പോൾ നമ്മൾ വൈറ്റമിൻ ഡിയുടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇനി എന്താണ്, നമുക്ക് വൈറ്റമിൻ ഡി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ കുറവ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഡിസീസ് കോസ്ഡ് ബൈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇൻ ചിൽഡ്രനിൽ ഈ വൈറ്റമിൻ ഡിയുടെ കുറവ് കാരണം ഉണ്ടാകുന്ന രോഗമാണിത് റിക്കറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിൽഡ്രൻ്റെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് അഡൾട്ട്സിലേക്ക് പോവാം. അപ്പോൾ ഡിസീസ് കോസ്ഡ് ബൈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇൻ അഡൾട്ട്സിൽ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന രോഗമാണിത് ഓസ്റ്റിയോമലേഷ്യ. ക്ലിയർ ആയല്ലോ. ഇത്രയാണ് ഇതിൽ മെയിനായിട്ട് വൈറ്റമിൻ ഡിയുടെ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ഇൻ ബോഡിയിൽ കാൽഷ്യം അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. സ്റ്റീറോയിഡ്സിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. ദെൻ ചിൽഡ്രനിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാണ്? റിക്കറ്റ്സ് ആണ്. അഡൾട്ട്സിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാണ്? ഓസ്റ്റിയോമലേഷ്യ. ഇത്രയാണ് ഇതിൽ പറയുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. വൈറ്റമിൻ എസെൻഷ്യൽ ഫോർ ഹാർട്ട് ഹെൽത്ത് അല്ലേ, ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് എസെൻഷ്യലായിട്ടുള്ള വൈറ്റമിൻ ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? വൈറ്റമിൻ ഇ ആണ്. ഡാഷ് ഈസ് നോൺ ആസ് ബ്യൂട്ടി വൈറ്റമിൻ, ഹോർമോൺ വൈറ്റമിൻ ആൻഡ് ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ. ഏതാണ്? വൈറ്റമിൻ ഇ തന്നെ ആണ്. വൈറ്റമിൻ പ്രസൻറ്റ് ഇൻ എഗ് യോക്ക്. ഏതാണ്? വൈറ്റമിൻ ഇ ആണ്. ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വൈറ്റമിൻ കോസ് ഇൻഫെർട്ടിലിറ്റി. ഏത് വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവുന്നത്? ഏതാണ്? വൈറ്റമിൻ ഇ തന്നെയാണ്. അപ്പോൾ ഇതിൽ പറയുന്നതെല്ലാം നമ്മൾ മുന്നത്തെ സ്ലൈഡിൽ വൈറ്റമിൻ ഡിനെ കുറിച്ചിട്ട് നോക്കി. ഇതിൽ വൈറ്റമിൻ ഇനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്തായിരുന്നു? ഹാർട്ട് ഹെൽത്തിന് എസെൻഷ്യൽ ആയിട്ടുള്ള വൈറ്റമിൻ ഏതാണെന്നാണ് ചോദ്യം. വൈറ്റമിൻ ഇ ആണ്. അതേപോലെ തന്നെ ഏത് വൈറ്റമിൻ ആണ് ബ്യൂട്ടി വൈറ്റമിൻ, ഹോർമോൺ വൈറ്റമിൻ ആൻഡ് ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നുള്ളതായിരുന്നു നെക്സ്റ്റ് ചോദ്യം. ഏതായിരുന്നു? വൈറ്റമിൻ ഇ തന്നെയാണ്. ദെൻ എഗ് യോക്കിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഇ ആണ്. ദെൻ ഇൻഫെർട്ടിലിറ്റി ഏത് വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഉണ്ടാവുന്നത് എന്നാണ് ചോദ്യം. ഏത് വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ്? വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ്. അപ്പോൾ നമ്മൾ വൈറ്റമിൻ ഡിനെ കുറിച്ചിട്ട് നോക്കി. ദെൻ വൈറ്റമിൻ ഇനെ കുറിച്ചിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടു. ക്ലിയർ ആണല്ലോ ഇത്രയും. ഇനി നമുക്ക് നോക്കാം. വൈറ്റമിൻ ദാറ്റ് ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ് അല്ലേ, രക്തം കട്ട പിടിക്കാൻ വേണ്ടി സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ കെ ആണ്. ദെൻ ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വൈറ്റമിൻ കോസസ് ബ്ലീഡിങ് ഗംസ് അല്ലേ. ബ്ലീഡിങ് ഗംസ് ചിലവർക്കൊക്കെ ഉണ്ടായിരിക്കും. എന്താണ്? പല്ല് തേക്കുമ്പോൾ ചോര വരുന്നത് അല്ലേ. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? നമുക്ക് വൈറ്റമിൻ സിയുടെ കുറവ് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വൈറ്റമിൻ കോസസ് ബ്ലീഡിങ് ഗംസ്. ബ്ലീഡിങ് ഗംസ് ഏത് വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണെന്നാണ് ചോദ്യം. ഏത് വൈറ്റമിൻ്റെയാണ്? വൈറ്റമിൻ സി. അപ്പോൾ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ കെ ആണ്. ദെൻ ബ്ലീഡിങ് ഗംസ് ഏത് വൈറ്റമിൻ്റെ കുറവ് കൊണ്ടാണ് നമുക്ക് ഉണ്ടാവുന്നത്? വൈറ്റമിൻ സിയുടെ കുറവ് കാരണമാണ് ബ്ലീഡിങ് ഗംസ് ഉണ്ടാവുന്നത്. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇത് ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് പോലെ
ഒന്ന് അറിയാൻ വേണ്ടി തന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വൈറ്റമിൻസിൻ്റെ കാര്യങ്ങൾ നോക്കാം. നോക്കിക്കേ, വൈറ്റമിൻസ് ആൻഡ് കെമിക്കൽ നെയിംസ് അല്ലേ, വൈറ്റമിൻസും അതിൻ്റെ കെമിക്കൽ നെയിംസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മുന്നേ ഞാൻ ജസ്റ്റ് ഓരോ വൈറ്റമിൻസിൻ്റെയും ഡിസീസും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്കൊന്ന് ക്ലിയർ ആയിട്ട് നോക്കാം. നമ്മൾ പഠിച്ചു ഏതൊക്കെ വൈറ്റമിൻസ് കുറേ ഉണ്ട്. ഇപ്പോൾ നമ്മൾ തന്നെ കണ്ടുല്ലേ, വൈറ്റമിൻ ഡി ഉണ്ട്, ഇ ഉണ്ട്, കെ ഉണ്ട് എന്നൊക്കെ നമ്മൾ കണ്ടു. അതേപോലെ തന്നെ വൈറ്റമിൻ എ, ബി, സി, ഡി ഒക്കെ ഉണ്ട്. അതിൽ വൈറ്റമിൻ ബി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ ഡിവിഷൻസ്. വൈറ്റമിൻ ഡിയിൽ തന്നെ പല പല വൈറ്റമിൻസ് വരുന്നുണ്ട്. ഇതിൽ അതാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ വൈറ്റമിൻ B1, B2, B3, B5, B6, B7, B9, B12 ഒക്കെ ഉണ്ട്. ഇതെല്ലാം ബി കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് വൈറ്റമിൻസ് അതിൻ്റെ കെമിക്കൽ നെയിംസ് നമുക്കൊന്ന് നോക്കാം. വൈറ്റമിൻ B1നെ നമ്മൾ എന്ത് പറയും, താമിൻ എന്ന് പറയും. വൈറ്റമിൻ B2 റൈബോഫ്ലേവിൻ, വൈറ്റമിൻ B3 നിയാസിൻ, വൈറ്റമിൻ B5 പാൻറ്റോതോണിക് ആസിഡ്, then vitamin B6 pyridoxine, vitamin B7 ബയോട്ടിൻ, വൈറ്റമിൻ B9 ഫോളിക് ആസിഡ്. ഇങ്ങനെയാണ് പേരുകൾ വരുന്നത്. അപ്പോൾ വൈറ്റമിൻ B1നെ താമിൻ എന്ന് വിളിക്കും. B2 റൈബോഫ്ലേവിൻ, B3 നിയാസിൻ, B5 പാൻറ്റോണിക് ആസിഡ്, B6 pyridoxine, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്. ഇങ്ങനെയാണ് വൈറ്റമിൻ B1 തൊട്ടിട്ട് 9 വരെ ഉള്ളതിൻ്റെ പേരുകൾ അവിടെ കൊടുത്തിരിക്കുന്നത്. കെമിക്കൽ നെയിംസ് ആണ് കേട്ടോ. ദെൻ നമുക്ക് നെക്സ്റ്റ് നോക്കാം. വൈറ്റമിൻ B12 സൈനോകൊബാലമിൻ. അപ്പോൾ അങ്ങനെ ബി കാറ്റഗറി തീർന്നു. ബി കാറ്റഗറി വൈറ്റമിൻ B12 കൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈറ്റമിൻ B12ൻ്റെ പേരെന്താണ്, സൈനോകൊബാലമിനാണ് വൈറ്റമിൻ B12ൻ്റെ പേര്. ദെൻ വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ്, വൈറ്റമിൻ എ റെറ്റിനോൾ, വൈറ്റമിൻ ഡി കാൽസിഫറോൾ, വൈറ്റമിൻ ഇ ടൊക്കോഫിറോൾ, വൈറ്റമിൻ കെ ഫിലോക്കിനോൺ. ഇങ്ങനെയാണ് പേരുകൾ, കെമിക്കൽ നെയിംസ് വരുന്നത്. വൈറ്റമിൻ എ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കേണ്ടതാണ്. ഞാൻ ആ ബി ഒരു കാറ്റഗറി ആക്കി ബി ഒന്നിച്ച് ഇട്ടുവെന്നേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ. അപ്പോൾ വൈറ്റമിൻ B12 ആണ് ലാസ്റ്റ്, സൈനോകൊബാലമിൻ. ദെൻ നെക്സ്റ്റ് വരുന്നത് വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ്, എ റെറ്റിനോൾ, വൈറ്റമിൻ ഡി കാൽസിഫറോൾ, വൈറ്റമിൻ ഇ ടൊക്കോഫിറോൾ, ദെൻ വൈറ്റമിൻ കെ ഫിലോക്കിനോൺ. ഇങ്ങനെയാണ് വൈറ്റമിൻസും വൈറ്റമിൻസിൻ്റെ കെമിക്കൽ നെയിംസും വരുന്നത്. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡിസീസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അല്ലേ, നമ്മൾ കുറച്ച് മുന്നേ ഫസ്റ്റ് സ്ലൈഡിൽ കണ്ടു ഏതൊക്കെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗം ചിൽഡ്രനിലും അഡൾട്ടിലും, അതേപോലെ തന്നെ വൈറ്റമിൻ ഇയുടേതിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ഏതൊക്കെയാണെന്ന് കറക്റ്റ് ഒന്ന് വൈറ്റമിൻ എ തൊട്ടിട്ട് കെ വരെയൊക്കെ നമുക്ക് ഏതൊക്കെയാണ് ഡിസീസസ്, അതായത് ഈ വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഡിസീസസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നതാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്, സീറോഫ്താൽമിയ. ക്ലിയർ ആണല്ലോ. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നതാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്, സീറോഫ്താൽമിയ എന്നുള്ള ഡിസീസ്. ഓക്കെ. ദെൻ വൈറ്റമിൻ B1ൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നതാണ് ബെരിബെരി. നമ്മളതിനെ ജനറലായിട്ട് വൈറ്റമിൻ ബിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ബെരിബെരി എന്നുള്ളതാണ് പറയാറ്. ബാക്കിയുള്ളതൊന്നും നമ്മളങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാറില്ല. ജസ്റ്റ് ഞാൻ ഇതിൽ കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഡിസീസ് നൈറ്റ് ബ്ലൈൻഡ്നെസ്, സീറോഫ്താൽമിയ. ദെൻ നെക്സ്റ്റ് വൈറ്റമിൻ B1 ബെരിബെരി. വൈറ്റമിൻ B2ൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് അരിബോഫ്ലിയാസിസ് എന്നുള്ള ഡിസീസാണ് ഉണ്ടാവുന്നത്. വൈറ്റമിൻ B3 പെല്ലാഗ്ര, വൈറ്റമിൻ B6 അനീമിയ ഡെർമറ്റൈറ്റിസ്, വൈറ്റമിൻ B9ൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നത് അനീമിയ മെഗാലോബ്ലാസ്റ്റിക്. ഇതൊക്കെ വൈറ്റമിനും അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ് കൊണ്ടുണ്ടാകുന്ന ആ ഡിസീസുകളുടെ പേരുമാണ് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നത് നൈറ്റ് ബ്ലൈൻഡ്നെസ്, സീറോഫ്താൽമിയ. ദെൻ വൈറ്റമിൻ B1ൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നത് ബെരിബെരി. വൈറ്റമിൻ B2ൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നത് അരിബോഫ്ലിയാസിസ്. ദെൻ വൈറ്റമിൻ B3യുടെ പെല്ലാഗ്ര, വൈറ്റമിൻ B6 അനീമിയ ഡെർമറ്റൈറ്റിസ്, വൈറ്റമിൻ B9ൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നത് അനീമിയ മെഗലോബ്ലാസ്റ്റിക് ആണ്. ഇത്രയും ക്ലിയർ ആയാലോ. വൈറ്റമിൻസും അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസും ആണ് കൊടുത്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കാം നമുക്ക്. വൈറ്റമിൻ B12ൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നത് പെർനീഷ്യസ് അനീമിയയാണ്. ഓക്കെ, വൈറ്റമിൻ B12ൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നത് പെർനീഷ്യസ് അനീമിയയാണ്. ദെൻ വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നത് സ്കർവി.
ദെൻ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് റിക്കറ്റ്സ് നമ്മൾ ഫസ്റ്റ് സ്ലൈഡ് കണ്ടിട്ടുണ്ടായിരുന്നു. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ചിൽഡ്രനിൽ ഉണ്ടാകുന്നത് റിക്കറ്റ്സും അതേപോലെ അഡൾട്ടിൽ ഉണ്ടാകുന്നത് ഓസ്റ്റിയോമലേഷ്യയാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. ജസ്റ്റ് ഒന്നും കൂടെ കൊടുത്തു എന്നേ ഉള്ളൂ. സോ നെക്സ്റ്റ് വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നത് ഇൻഫെർട്ടിലിറ്റി ആണ്. ദെൻ വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നത് ബ്ലീഡിംഗ് ആണ്. ഇത്രയും ക്ലിയർ ആയല്ലോ. വൈറ്റമിൻ B12ൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നത് പെർണീഷ്യസ് അനീമിയ. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് സ്കർവി. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് റിക്കറ്റ്സ് ചിൽഡ്രനിലും അഡൾട്ട്സിൽ ഓസ്റ്റിയോമലേഷ്യയാണ് ഉണ്ടാകുന്നത്. ദെൻ വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നത് ഇൻഫെർട്ടിലിറ്റി ആണ്. വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നത് ബ്ലീഡിങ് കംസുമാണ്. നമ്മളത് മുന്നേ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ, ചെയ്തിട്ടുണ്ടായിരുന്നു, പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഏകദേശം വൈറ്റമിൻസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഇതെന്ത് ചെയ്യാം, നിങ്ങൾക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് കാണാതെ തന്നെ പഠിക്കുക. കാരണം എക്സാംസിലും എല്ലാം ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബും കൂടെ ചെയ്യണു. പിന്നെ ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ആ വീഡിയോസും കൂടെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം. സോ അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.